എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എൻ്റെ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ടാണ്. നമുക്ക് ഈ പരിപാടി അറിയില്ലല്ലോ. നമ്മൾ 10-61 ദിവസം ഷൂട്ടുണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ ഒന്നും ഇല്ലാണ്ടായി. പിന്നെ ഫോണിലുള്ള കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ. സുരേഷ് ചേട്ടൻ ഈ പറയുന്ന പോലെ മറന്നിരുന്ന ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പൊ ഓർത്ത് എടുത്ത് കാണുമായിരിക്കും. അപ്പം നമ്മളൊക്കെ ആണെങ്കിലും ചില കോമഡി ലൈക്ക് വീഡിയോ ആയിട്ടും ട്രോൾ ആയിട്ടും അങ്ങനെ ചിലതൊക്കെ കാണുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ഡയലോഗ്, ഇങ്ങനെ ചിലതൊക്കെ നമ്മൾ അപ്പോഴാണ് ഓർക്കുന്നത് തന്നെ. ഇപ്പോൾ വെബ് സീരീസ് വരുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ സമാധാനം എന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ ആള് കയറി എന്നുള്ള ടെൻഷൻ ഇല്ല. ഇത് സമാധാനപൂർവ്വം ആൾക്കാർ എവിടെ വെച്ച് വേണമെങ്കിൽ കാണാമല്ലോ. ഇത് അതുണ്ടാവുന്നത് ഒന്ന് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ അതിൽ കോൺഫിഡൻസ് ഇല്ലാതാകുമ്പോഴാണ്. അതിൽ ഇൻഫോർമേഷൻ ഇല്ലാതാകുന്ന ഒരു ക്രിയേറ്റർക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും. അതൊരു വലിയൊരു ആക്ടർ വന്നാലും അല്ലെങ്കിൽ തിരിച്ച് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലാത്ത തരം ഫിലിം മേക്കേഴ്സിന് ആ പ്രശ്നം. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, ഫെയിലിയേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇത് എല്ലാ പടവും കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്നതാണ് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് ഇപ്പം ഒരു സ്ഥലത്ത് 10 രൂപയുടെ സാധനമാണെങ്കിൽ നമ്മൾ 12 രൂപയ്ക്ക് മേടിക്കാൻ പാടില്ല, നമ്മൾ 8 രൂപയ്ക്ക് മേടിക്കാൻ ശ്രമിക്കുക. ഇതാണുള്ളൊരു ബിസിനസ്. അപ്പം അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കുറച്ച് അണ്ടർപ്ലേ ചെയ്യും ലൈഫിൽ തന്നെ, പിടിച്ചു വയ്ക്കും. ഞാൻ ചെറിയ ആൾക്കാർ നല്ലത് പറയുമ്പോൾ താങ്ക് യു. അപ്പം ഈ ഒരു സട്ടിൽ സാധനം മെയിൻറ്റെയിൻ ചെയ്യും. നമസ്കാരം. മീഡിയ വണ്ണോടൊപ്പം ചേരുന്നത് സൈജു ചേട്ടൻ, ജോബി സർ ആൻഡ് മേ ആണ്. ജയ് മഹേന്ദ്രൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ചേരുന്നത്. ആളുകളിലേക്ക് പുതിയൊരു വെബ് സീരീസ് എത്തുകയാണ്. വെബ് സീരീസിൻ്റെ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ നിന്നുകൂടെ ഒരുപാട് വെബ് സീരീസിന് അതിനോട് കൂടെ ചേരുന്നതിലുള്ളൊരു സന്തോഷമുണ്ട്. എന്താണ് മഹേന്ദ്രൻജിയുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മഹേന്ദ്രൻജി വളരെ നല്ലപോലെ ജീവിച്ചങ്ങ് പോയിരുന്നു. പുള്ളി ബേസിക്കലി കുറച്ച് ഇൻഫ്ലുവൻഷ്യലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അഹങ്കാരമൊക്കെ പുള്ളിക്കുണ്ട്. വളരെ നല്ലപോലെ ജോലിയൊക്കെ ചെയ്തു പോകുന്നു. ഇടയ്ക്ക് ചില ഉടായ്പൊക്കെ കാണിക്കും. അങ്ങനെ വലിയ ഉടായ്പല്ലെങ്കിലും ചെറിയ ക്രിക്കറ്റ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷേ ക്യാരക്ടറിനെ നിങ്ങൾ ഇഷ്ടപ്പെടും കേട്ടോ, ഉടായ്പാണെങ്കിലും. അങ്ങനെ പോകുന്നൊരു സമയത്ത് ഇദ്ദേഹത്തിനൊരു വലിയ പ്രശ്നം സംഭവിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അദ്ദേഹം ഒരാളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതൊരു വലിയ പ്രശ്നമായി മാറും. അത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതൊരു പ്രശ്നമാകുമെന്ന്. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം സർവൈവ് ചെയ്യുന്നതെന്നാണ്. ദ ഫിറ്റസ്റ്റ് വിൽ സർവൈവ്. അപ്പോൾ ആ ഒരു പോളിസിയിൽ ഇയാൾ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഇയാൾ സർവൈവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ സീരീസ്. അതാണ് പറഞ്ഞു വരുന്നത്. അതെ അതെ. ഇതിനിടയിൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രം, നിങ്ങൾ രണ്ടുപേരും ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുമ്പം ആളുകൾക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമാണ് പ്രിയമോൾ ടീച്ചർ എന്ന് പറയുന്നത്. ശരിക്കും അതൊരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾ കൂടെയാണല്ലോ. അതായത് പ്രഗ്നൻസി പീരീഡിൽ നിൽക്കുകയാണ്, അതേ സമയത്ത് ഹസ്ബൻഡ് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവാണ്. അവിടെ പരിഹാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്ന്, അപ്പം എപ്പോഴും പറയാറുണ്ട് ഈ ഒരു പീരീഡിൽ എപ്പോഴും മൂഡ് സ്വിങ്സും കാര്യങ്ങളുമായിട്ട് വളരെ പ്രശ്നഭരിതമായിട്ടുള്ളൊരു സമയമാണെന്ന് പറയാറുണ്ട്. അവിടെ നിന്ന് ഇത്ര പ്ലസന്റ് ആയിട്ട് ആ ഒരു കഥാപാത്രം മുന്നോട്ട് പോവാണ്. അതിനെ അപ്പം എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്? ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലും ഒരു അമ്മ എന്നുള്ള രീതിയിലും ആ ഒരു പീരീഡിലുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാ കാണുന്നത്? ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ജയ് മഹേന്ദ്രൻ ഓഫർ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് തന്നൊരു ഈ ക്യാരക്ടറിനെ കുറിച്ച് തന്ന ഐഡിയ, മഹേന്ദ്രൻ പുറത്ത് പോയി ഉടായിപ്പോ ഒക്കെ കാണിക്കുമായിരിക്കും, മാനിപ്പുലേറ്റ് ചെയ്യുമായിരിക്കും, ആളുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് നുണയൊക്കെ പറയുമായിരിക്കും. പക്ഷെ ആള് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും മഹീന്ദ്രൻ ഒന്ന് മുട്ടുമടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഈ വൈഫിന്റെ അടുത്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മഹീന്ദ്രന് ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയും കൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. മഹീന്ദ്രന്റെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുകയും അത് ചെയ്യരുതെന്ന് പറയുകയും പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് വാൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന, മഹീന്ദ്രൻ നന്നാവണം എന്ന് അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു പ്രഗ്നൻസിയിലൂടെ കടന്നു പോകുന്ന ആളാവുമ്പോൾ അതിൻ്റെതായ സ്ട്രെസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും എനിക്കും ഒരു കൊച്ചുള്ളതാണ്. അപ്പൊ എനിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രഗ്നന്റ് ലേഡിയുടെ കാര്യങ്ങളൊക്കെ നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് എന്റെ പ്രഗ്നൻസിയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ ഈ സീരീസിലും
ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. കാരണം ആ ക്യാരക്ടറിന് പെർഫെക്ഷൻ വരുന്ന രീതിയിലേക്ക് എനിക്കറിയുന്ന അറിവുകൾ, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇതിലേക്ക് വരാനുള്ളൊരു അട്രാക്ഷൻ തോന്നിയ കാര്യം ഞങ്ങളുടെ ആ ഒരു കോംബോയും അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷനാണ് ഈ മഹീന്ദ്രനും പ്രിയയും തമ്മിലുള്ളത്. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരു നോട്ടത്തേക്കൂടെ പോലും കള്ളത്തരം പിടിക്കുന്ന ഒരു ഭാര്യയും കൂടെയാണ്. അപ്പൊ അങ്ങനത്തെ ചില ന്യൂആൻസസ് ഒക്കെയാണ് എനിക്കിതിലേക്ക് ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്. സോ ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തതിലും. ഞങ്ങളുടെ ആ ഒരു കോംബോയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതിൽ അതേപോലെ വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള വേറൊരു കഥാപാത്രമാണ് ഹരിശ്ചന്ദ്രൻ എന്ന് പറയുന്നത്. പേരിനകത്ത് പോലും ആ ഒരു കോൺട്രാസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ ഒരു സെറ്റയർ എന്നുള്ള രീതിയിൽ അതിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുന്ന ഒരു കഥാപാത്രം കൂടെയാണ്. ഈ സംവിധാനം ചെയ്ത സിനിമകളിലൊക്കെ വളരെ ആളുകൾ പൊളിറ്റിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിനിമ എന്നുള്ളൊരു ടാഗ് എപ്പോഴും തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കഥാപാത്രത്തിലേക്ക് വരുന്ന സമയത്ത് അതെപ്പോഴെങ്കിലും ആ ഒരു ടാഗ് എപ്പോഴെങ്കിലും ഒരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. പൊളിറ്റിക്കലി റോങ് ആണെന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. ഇപ്പം ജയ് മഹീന്ദ്രൻ എടുത്താൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ക്രൂക്കഡ്നെസ്സോ അല്ലെങ്കിൽ സൈജുവിൻ്റെ ക്യാരക്ടർ മുന്നോട്ട് വെക്കുന്ന നെഗറ്റീവ്സോ ആണോ നമ്മുടെ കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ, അല്ലേ? നമുക്ക് എല്ലാത്തരം മനുഷ്യരുടെയും കഥകൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. നമ്മൾ ചെയ്ത സിനിമകളിലെ മനുഷ്യരൊക്കെ അങ്ങനെ എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും മോശമാണെന്ന് പറയുന്ന മനുഷ്യരുടെ വരെ ജീവിതങ്ങൾ നമുക്ക് സിനിമയാക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും മോശമായിട്ട് കാര്യങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് ഞാൻ നോക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ. അപ്പം ഞാനങ്ങനെ ഒരുപാട് അഭിനയിച്ചിട്ടുമില്ല. അപ്പോൾ രാഹുൽ അല്ലെങ്കിൽ ശ്രീകാന്തിൻ്റെ കൂടെ ഒക്കെ ഇതിന് മുന്നേ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, കൊക്കോ എന്ന് പറഞ്ഞു ഇവരുടെ തന്നെ ഒരു സിനിമയിൽ. അപ്പോൾ അത് കുഴപ്പമില്ലാതെ ചെയ്തുകൊണ്ടായിരിക്കാം രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ നമ്മൾ വരുന്നത്. അത് വലിയ സന്തോഷമുള്ള കാര്യം. എനിക്ക് ഇങ്ങനത്തെ കഥാപാത്രം ചെയ്യാൻ പറ്റിയത് തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹരിചന്ദ്രൻ എന്ന് പേരും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും വൈകുന്നേരം ടി വിയിലൊക്കെ കാണാറുള്ള ഒരു ചർച്ച തൊഴിലാളിയാണ് ഈ ഹരിചന്ദ്രൻ. അതുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്, പണം ഉണ്ടാക്കുന്നത്. പണം തന്നെ അദ്ദേഹം ഈ ഒരു പരിപാടി വെച്ചിട്ട് മാനിപ്പുലേഷനും ഇപ്പോൾ മഹേന്ദ്രനെതിരെയൊക്കെ പുള്ളി വരുന്നതൊക്കെയാണ് ഈ ടോട്ടൽ വെബ് സീരീസിൻ്റെ ഒരു രസവും പരിപാടിയൊക്കെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, മിയെ പോലെ തന്നെ ഞാനും ഹാപ്പിയാണ്. അതിൽ പ്രത്യേകത എന്ന് പറയുന്ന ഒരു സ്ലാങ് കൂടെയാണ്. ബാക്കി എല്ലാവരും ഒരു തിരുവനന്തപുരം സ്ലാങ്ങിലല്ല സംസാരിക്കുന്നത്, പക്ഷെ ഹരിശ്ചന്ദ്രൻ പക്ക ഒരു തിരുവനന്തപുരം എന്ന് തോന്നിക്കുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആ ഒരു വ്യത്യാസം കാണിക്കാനായിരിക്കും അത് കൊടുത്ത്. അത് ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ഭാഷയിലേക്ക്? അങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടാണേലും അല്ലെങ്കിലും അത് കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് അത് വർക്കായെന്ന് എനിക്കൊന്നും പറയാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും വേറെ സ്ലാങ് ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ. ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് കുറേ കാലമായിട്ട് കുറേ കൂട്ടുകാരുണ്ട്, നമ്മൾ തിരുവനന്തപുരത്ത് പല സമയത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ ആണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ ഈ സ്ലാങ് ഇങ്ങോട്ട് വരും ചിലപ്പോൾ. ഇതിപ്പോൾ കോഴിക്കോട് ചെന്നാലും നമുക്ക് അറിയാതെ ചിലപ്പോൾ ഒരു കടയിൽ പോയാൽ അങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞാൽ. പക്ഷെ അതൊരു സിനിമയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ രാഹുലാണേലും ശ്രീകാന്ത് ആണേലും അവരൊക്കെ ആ ഭാഗത്ത് ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ രാഹുലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതങ്ങനെ പറയാനും ഒക്കെ. അത് എനിക്ക് വർക്കായെന്നും കൂടെ ഒന്ന് അറിയണം അതങ്ങനെയാണോ എന്ന്. ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ എല്ലാവരും മാറ്റം എല്ലാം പോസിബിൾ ആണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് ജോലി സംബന്ധമായിട്ട് വന്ന ആളായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് അല്ലേ? അതെ, അതുകൊണ്ടത് എങ്ങനെയും വർക്കായാലും നമ്മൾ അങ്ങനെയൊക്കെ പറയും. ഈ ഇതിലെ കഥാപാത്രം മഹേന്ദ്രൻജി എപ്പോഴും ഇടപെടുന്നത് ഓഫീസുമായിട്ടാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുമായിട്ടാണ്. ഒരുപക്ഷെ പ്രിയ ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആ ഓഫീസിലും ആ ആളുകളിലും ഒക്കെയാണ്. അപ്പോൾ ഒരു ശരിക്കും ആ സീരീസ് കാണുമ്പോൾ തന്നെ ആ ഒരു കുടുംബമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അത്രയും ആളുകൾ അവർ തമ്മിലുള്ളത് ചിലപ്പം ഇഷ്ടക്കേടായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടമായിരിക്കാം. പക്ഷെ ഈ സിനിമയെക്കാട്ടിലും കൂടുതൽ സമയം ഷൂട്ടിങ്ങും പ്രൊഡക്ഷനും ഒക്കെ വരുന്ന ഒരു പ്രോസസ്സാണല്ലോ വെബ് സീരീസ്. അപ്പോൾ ഇത്രയും കാലം ഈ വലിയ ആളുകളുടെ ഈ വലിയ കൂട്ടത്തിൻ്റെ കൂടെ നിന്ന് പിന്നെ അതിനകത്ത് നിന്ന് പോകുന്ന സമയത്ത് അത് മിസ്സാവുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടോ? എങ്ങനെയാണ് ഇത്രയും ആളുകൾ ഒന്നിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രോസസ്സ്? അല്ല, അത് ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോഴത്തേക്ക് ആ വിഷമം ഉണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വിഷമിച്ചത് എൻ്റെ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ടാണ്. നമുക്ക് പരിപാടി അറിയില്ലല്ലോ. നമ്മൾ 10-61 ദിവസം ഷൂട്ടുണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ ഒന്നും ഇല്ലാണ്ടായി. പിന്നെ ഫോണിലുള്ള കോൺടാക്റ്റ് മാത്രമേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ CCL ആദ്യമായിട്ട് നമ്മൾ കളിച്ച സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു, ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു, ഒരേ ഹോട്ടലിൽ താമസിക്കുന്നു. പ്രാക്ടീസിന് വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ 2 ആഴ്ച നമ്മൾ
ഹോളിഡേ ഇന്നിൽ താമസിക്കുന്നു, എല്ലാ ദിവസവും രാവിലെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് CCLൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഭയങ്കര ശൂന്യതയാണ്. പക്ഷേ നമ്മൾ ഓരോ പീരീഡ് ഓഫ് ടൈം നമ്മളിപ്പം ഓരോ പടങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് തന്നെ ഇതിനും സംഭവിക്കും. പക്ഷേ നമ്മൾ ആ സമയം നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓരോ ആൾക്കാർക്ക് ഓരോ ടൈപ്പ് ഓഫ് എൻജോയ്മെൻ്റ് ആണ്. കുറേ പേര് ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. എനിക്ക് പിന്നെ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരോടും സംസാരിക്കണ്ട, എനിക്ക് നേരെ റൂമിൽ പോവുക, എനിക്ക് ഉടനെ കിടന്ന് ഉറങ്ങണം. എന്നുവെച്ചാൽ അല്ലെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റില്ല, എനിക്ക് ഐ നീഡ് 8 hours സ്ലീപ്പ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ പോയി നേരെ കിടക്കാനാണ് നോക്കുന്നത്. പിന്നെ രാത്രിയിലുള്ള ഒരു കൂടിക്കാഴ്ചയില്ല, നത്തിങ്. പിന്നെ ബാക്കപ്പ് പറഞ്ഞ പിന്നെ ബാക്കപ്പ് പറഞ്ഞാൽ അപ്പം തന്നെ വേണം. പിന്നെ എൻ്റെ വേറൊരു പ്രശ്നം വെച്ചാൽ ഈ പ്രത്യേകിച്ച് ജയമഹേന്ദ്രനിൽ കണ്ടമാനം ഡയലോഗ്സ് ഉണ്ടായിരുന്നു. എല്ലാം പിന്നെ വേർഡ് പ്ലേയിലാണ് ഞാൻ കേൾക്കാത്ത കണ്ടമാനം വേർഡ്സ് ഉണ്ടായിരുന്നു, ജീവിതത്തിൽ കേൾക്കാത്ത അല്ലെങ്കിൽ അത്രയും പരിചിതമല്ലാത്ത. അപ്പൊ അതൊക്കെ പഠിക്കുക എന്നുള്ളത് ഒരു സംഭവമായിരുന്നു. മലയാളം പഠിക്കുക എന്നുള്ള. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ രാത്രി പോയിട്ട് മിക്കവാറൊക്കെ നമ്മൾ 9 മണിക്കൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇത് പഠിത്തമാണ്. സോ അതായിരുന്നു എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ. ബട്ട് ദെൻ എല്ലാ ദിവസവും നമ്മൾ ഈ ഇപ്പം ഞാനിപ്പോൾ ജയമേന്ദ്രൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പടം ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു പുതിയ ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നു. അപ്പം പിന്നെ അവിടെയുള്ള ആൾക്കാരുമായിട്ടായി. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ 3 പേരും ആ സിനിമ അല്ലെങ്കിൽ വെബ് സീരീസിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സമയത്ത് ഭയങ്കര കമ്പനി ആയിരിക്കും, പിന്നെയും കമ്പനി തന്നെയാണ്, പക്ഷേ ഈ റെഗുലർ ടച്ച് വിട്ടുപോകും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ വേറെ കുറേ പേരാണ്, അവരും വേറെ പ്രൊജക്റ്റിലാണ്. അപ്പം ഇത് നമ്മൾ ആ കണക്ഷൻ വിട്ടുപോകും. പിന്നെ ഈ നമ്മൾ വീട്ടുകാരെ എന്തായാലും വിളിച്ചല്ലേ പറ്റുള്ളൂ, അത് മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പം ആ കോണ്ടാക്ട് മാത്രമേ റെഗുലർലി കാണുള്ളൂ. ബാക്കിയുള്ള പിന്നെ പ്രൊമോഷൻസിനാണ് നമ്മൾ തകർക്കുന്നത്. ഇപ്പൊ ഒരുപാട് സിനിമകൾ അടുപ്പിച്ച് വരുന്നുണ്ട്, ഈ പ്രൊമോഷനുകളും ഒരുപാടുള്ളതുകൊണ്ട്. അതെ അതെ അതെ. ഇപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ നിങ്ങളെയൊക്കെ പിരിയുമ്പോൾ നമുക്ക് വിഷമമാണ്, ചില ഇടയ്ക്കിടെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അതെ, ഇപ്പം 150 സിനിമകൾ ആയി. ഇപ്പം വലിയൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ഇത്ര അധികം സിനിമകൾ ഒന്നിച്ചു വരുന്നു. അത് തന്നെ OTT തരുന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു പക്ഷെ അന്താക്ഷരിക്ക് ശേഷമായിരിക്കും ആ ഒരു സ്പേസ് വരുന്നത് പോലും. ഈ തിരിച്ച് വെബ് സീരീസിലേക്ക് വരുമ്പോൾ, അതൊരു OTT പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പം അത് എത്രത്തോളം ഇവിടുത്തെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ഇത്രയും സിനിമകളിലൂടെ ലൈക്ക് OTT-യിലൂടെ എങ്ങനെ സജീവമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്? OTT-യിൽ സജീവമായിട്ട് ഇപ്പം ഏത് പടവും സാറ്റലൈറ്റ് ചാനലിൽ വരും, OTT-യിലും വരും. ഓക്കെ, അപ്പം അതൊരു വിഷയമല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം താങ്കൾ ചോദിച്ചതിന് ആൻസർ അല്ല ഞാൻ പറയണത്. ഞാൻ വേറൊരു വിഷയം പറയുകയാണ്. OTT-യിൽ ഇപ്പോൾ വെബ് സീരീസ് വരുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ സമാധാനം എന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ ആൾ കയറിയോ എന്നുള്ള ടെൻഷനില്ല. ഇത് സമാധാനപൂർവ്വം ആൾക്കാർ എവിടെ വെച്ച് വേണമെങ്കിൽ കാണാമല്ലോ. ഇത് മൊബൈലിൽ കാണാം, TV-യിൽ കാണാം, ലാപ്ടോപ്പിൽ കാണാം, ഏത് ഡിവൈസിൽ വേണമെങ്കിൽ കാണാം, അല്ലേ? എവിടെ ഇരുന്ന് വേണമെങ്കിൽ കാണാം, എവിടെ നെറ്റ് അവൈലബിൾ ആണ് അവിടെ ഇരുന്ന് കാണാം. ഓക്കെ, പിന്നെ അവർ സമാധാനമായിട്ട് അവരുടെ സമയം എടുത്ത് കണ്ടോട്ടെ, ഫുഡ് കഴിച്ചുകൊണ്ട് കണ്ടോട്ടെ, അല്ലേ? തിയേറ്റർ ആകുമ്പോഴത്തേക്കും നാച്ചുറലി ഇതാണ് ഷോ ടൈമിങ്, അവിടെ കറക്റ്റ് സമയത്ത് എത്തണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ആ ഒരു സമാധാനമുണ്ട് നമുക്ക്. OTT-യിൽ ഇപ്പം അന്താക്ഷരി റിലീസാകുന്ന സമയത്ത് എൻ്റെ ഒരു ജാനകി ജാനോ അല്ലെങ്കിൽ ഗുണ്ടജാനോ റിലീസ് അല്ലെങ്കിൽ പാപ്പച്ചനുള്ളിലാണ് റിലീസാകുന്ന സമയത്തുള്ള ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അന്താക്ഷരി വന്നു, അത് ആൾക്കാർ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു, സന്തോഷം. തിയേറ്റർ വിസിറ്റുകളില്ല, അല്ലേ? റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളിപ്പം ഈ പ്രൊമോഷന് വേണ്ടി ഇരിക്കുന്ന ഇതെന്തായാലും ഉണ്ടാവും. പക്ഷെ അതത്രയും സ്ട്രെസ്ഫുൾ അല്ല. ഇത് പാർട്ട് ഓഫ് അവർ ജോബാണ്, നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അല്ല, തിയേറ്റർ വിസിറ്റ് ഓൾസോ പാർട്ട് ഓഫ് ദ ജോബ്, ബട്ട് അത് സിനിമയ്ക്ക് വേണ്ടി. വെബ് സീരീസിന് വേണ്ടി പിന്നെ അതിൻ്റെ ആവശ്യമില്ല. മിയയുടെ കഥാപാത്രത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, മിയ ഇന്ററാക്ട് ചെയ്യുന്ന വളരെ കുറച്ച് ആളുകളുടെ കൂടെയാണ് സീരീസിൽ. പക്ഷെ അതില് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചത്, സുഹാസിനി മാമിന്റെ കഥാപാത്രം ശോഭ മാമുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്നു, അവര് കയറി വരുന്നു, നിങ്ങൾ ഒരേ പ്രശ്നത്തിന്റെ രണ്ടറ്റത്ത് നിൽക്കുന്ന ആളുകൾ കൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു വളരെ ഒരു വലിയൊരു ന്യൂവാൻസ് ആണല്ലോ അത്. അത് സുഹാസിനി മാം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാള് തൊട്ടടുത്ത് വരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്നിച്ചു വരുന്നതും. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ വരുന്നില്ലേ അവിടെ, അതിന് എങ്ങനെയാ കാണുന്നത്? എനിക്ക് ആദ്യമേ ഈ ജയ് മഹീന്ദ്രന്റെ കഥയൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് മാമുമായിട്ട് സീൻ ഉണ്ടായിരുന്നില്ല.
അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഇതിലാണ് ഇങ്ങനെ ഒരു സീനൊക്കെ കയറി വരുന്നത്. അപ്പൊ എനിക്ക് ആദ്യമേ മാമിന്റെ കൂടെ എനിക്ക് സീൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സങ്കടമായിരുന്നു, അയ്യോ എനിക്കില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ആഡായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയി. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ മിണ്ടിയാൽ ഇഷ്ടപ്പെടുമോ, അതായത് മാമിന്റെ കഥാപാത്രത്തിന് ഇഷ്ടപ്പെടുമോ, എന്നോട് തിരിച്ച് മിണ്ടുവോ, എന്നോട് ദേഷ്യമാണോ, എന്നോട് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പതർച്ചയൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിൻ്റെ അകത്തും മറുപടി പറയുന്നതിൻ്റെ അകത്ത് രണ്ടുപേർക്കും തമ്മിൽ ഫേസ് ചെയ്യാനും വർത്താനം പറയാനും രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണത്. അപ്പോ ഇത് തന്നെയായാലും ഞാൻ മാമിന്റെ കൂടെ ആ ഒരു സീൻ ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് മാമിന്റെ കൂടെ അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടി എന്നുള്ളത്. ഈ ഹരിശ്ചന്ദ്രന്റെ കഥാപാത്രമാണെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ വരുന്ന ഒരു സീനുണ്ട്. നമ്മൾ സ്പോയിലർ ആവണ്ട, പബ്ലിക്ലി ട്രിവാൻഡ്രത്ത് നടുക്കാണ് വന്ന് നിൽക്കുന്നത്. അവിടെ വെച്ചിട്ടുള്ള കുറേ നാടകീയമായിട്ടുള്ള ഇവന്റുകൾ വരുന്നുണ്ട്. അപ്പം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇവന്റ് വരുമ്പം ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുകയും റെക്കഗ്നൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സീനുകൾ അങ്ങനെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ റോ ആയിട്ട് വരുന്ന ഒരുപാടുണ്ട്. അതിൽ നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആളുകൾ വന്നിട്ട് ഇന്ററാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ ജിയോ ബേബി എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? അങ്ങനെ ഇല്ല. അത് എന്താണെന്ന് വെച്ചാൽ അന്ന് അത് ഷൂട്ട് ചെയ്യുന്ന ദിവസം വളരെ റഷ് ഇല്ലാത്ത എന്തോ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുവെ തിരക്ക് ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ചുറ്റുവട്ടം കാണുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ആൾക്കാരാണല്ലോ. പിന്നെ കുറേ അതിലേക്ക് ഓടുന്നതൊക്കെ ഉണ്ട്. അപ്പോഴൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് എന്താ പറയുക, അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു തിരിച്ചറിയപ്പെടുന്ന ഒരു ഫിഗർ ആകട്ടെ ഇപ്പോൾ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതുകൊണ്ട് അത് ഭയങ്കര എനിക്കും ഇത് ഇത്രയൊക്കെ സീൻ എടുക്കാൻ പോകുമ്പോൾ എങ്ങനെയെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം നമുക്കെപ്പോഴും ഈ ആൾക്കൂട്ടം അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ടിങ് തടസ്സപ്പെടുന്ന തരത്തിലേക്ക് വരും. പക്ഷേ അതെല്ലാം വളരെ ബ്രില്യൻ്റായി, വളരെ ഈസിയായി, വളരെ പെട്ടെന്ന് കഴിഞ്ഞു. അതൊക്കെ നമ്മളിപ്പോൾ ഞാനും അത് കാണുമ്പോൾ അതിനൊരു വലിപ്പം തോന്നിയിരുന്നു. ഇത് നമ്മൾ ഇത്രയും പെട്ടെന്ന് എടുത്ത് തീർന്നല്ലോ, ഒരു കുഴപ്പമില്ലാതെ എടുത്ത്. അതൊക്കെ ഓരോ തരത്തിലൊരു ഭാഗ്യം കൂടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം എപ്പോഴും സംഭവിക്കാവുന്നൊരു സ്ഥലമാണ്. പ്ലാൻ ചെയ്തേക്കാളും മുന്നേ എടുത്ത് തീർന്നെന്നാണ് അതെ, തീർന്നിരുന്നു ആ സീനുകളൊക്കെ വളരെ എളുപ്പത്തിൽ തീർന്നു. ചിലപ്പോൾ ഞാനായതുകൊണ്ടായിരിക്കാം. ഈ ഒരു സംവിധായകൻ മറ്റൊരു സംവിധായകന്റെ ചിത്രത്തിലേക്ക് അഭിനേതാവാകുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകും, ഇതിനെങ്ങനെ മറ്റൊരു സംവിധായകൻ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതൊരു പക്ഷെ സംവിധായകനും ഉണ്ടാവാം, നടനും ഉണ്ടാവാം. അത് എപ്പോഴെങ്കിലും ജയ് മഹേന്ദ്രനിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുണ്ടാവുന്നത് ഒന്ന് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ അതിൽ കോൺഫിഡൻസ് ഇല്ലാതാകുമ്പോഴാണ്. അതിൽ ഇൻഫോർമേഷൻ ഇല്ലാതാകുന്ന ഒരു ക്രിയേറ്റർക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും. അതൊരു വലിയൊരു ആക്ടർ വന്നാലും അല്ലെങ്കിൽ തിരിച്ച് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലാത്ത തരം ഫിലിം മേക്കേഴ്സിന് ആ പ്രശ്നമുണ്ട്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്കറിയാം. അത് ഞാൻ അഭിനയിക്കുന്നതുകൊണ്ട് അതിന് റീടേക്ക് ഇല്ലാതാവുന്നില്ല. റീടേക്കുകളുണ്ട്. അവരുദ്ദേശിക്കുന്ന ഒരു ഫോർമാറ്റിലോട്ട് എന്നെ അവർ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അതിനാണ് ഞാൻ അവിടെ പോയി ഇരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പോൾ അത് ഭയങ്കര എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉദ്ദേശിക്കാനും പെട്ടെന്നൊക്കെ തീരുന്നത് അവർക്ക് ആ ബോധ്യം ഉള്ളതുകൊണ്ട്. അതില്ലാത്തവരെ സംബന്ധിച്ച് എല്ലാം ടെൻഷനും അഭിനയിക്കുന്ന സമയത്തും ഒക്കെ അല്ല, നമുക്കെല്ലാം പ്രശ്നങ്ങളാണ്. ഈ ഒരു എന്താണെന്നുള്ളൊരു ധാരണ ഇല്ലാതാകുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി വേണം. ഇപ്പോൾ നമ്മൾ അഭിനേതാവ് ചോദിച്ചാൽ നമുക്ക് മറുപടി കൊടുക്കാനുണ്ടാവണം. അതില്ലാത്തടത്ത് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും ഇങ്ങനെ മറ്റൊരു സംവിധായകന്റെ സെറ്റിൽ വരുമ്പോൾ എനിക്ക് സജഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആക്കാമായിരുന്നു, അങ്ങനെയുള്ള ഇടപെടലുകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ? അല്ലെ ഞാൻ അവർ പറയുന്നത് എന്താണോ ചെയ്യും. പിന്നെ നമ്മുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ വല്ലതും ആണെങ്കിലും ഒരിക്കലും ഇങ്ങനെയൊന്നും ആരും പറയത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണോ എന്ന് ചോദിക്കും. അങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ പറയാന്നുള്ളതാണ് ഒരു. പിന്നെ അവരതാണ് കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ പറയേണ്ട തന്നെ വന്നിട്ടുള്ളൂ. ഈ വേറൊരു സെറ്റിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ, സ്വന്തമായിട്ട് നിർമ്മിച്ച സിനിമ ഭരതനാട്യം തിയേറ്ററുകളിൽ വന്നു. അത്രത്തോളം വിജയമായില്ല, വാണിജ്യപരമായിട്ട് അങ്ങനെ വിജയമായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ OTT വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ആളുകളിലേക്ക് അവരവരുടെ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്പേസിലിരുന്ന് കാണുന്നൊരു അവസ്ഥയിലേക്ക് വന്നപ്പം അതിന് കുറച്ചുകൂടെ റിസപ്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതിന് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് തരുന്നൊരു എക്സ്പീരിയൻസ് എന്താണ്? ഇപ്പോൾ കുറച്ച് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജസ് കണ്ടു, ഒരു പ്രൊഫൈലിൽ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭരതനാട്യത്തെ കുറിച്ചിട്ടുള്ള. ഭരതനാട്യം തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ
അതിന്റെ പരാജയമാണെങ്കിലും ഇപ്പോൾ ഉണ്ടാകുന്ന വിജയമാണെങ്കിലും അത് തരുന്നൊരു ലേണിംഗ് ഉണ്ടായിരിക്കില്ലേ? അത് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? ഞാൻ ആക്ച്വലി ഒന്നും പഠിച്ചിട്ടില്ല, സീരിയസ്ലി. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഫെയിലിയേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇത് എല്ലാ പടവും കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്നതാണ്. എന്നാൽ സക്സസ് വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ആഹ്ലാദിക്കാൻ പാടില്ല. ഇതൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സക്സസ് വരുമ്പോഴത്തേക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിനിമ നമ്മൾ അഭിനയിച്ചത് സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ആഹ്ലാദിക്കാറൊന്നുമില്ല. ഞാൻ കുറച്ച് അണ്ടർപ്ലേ ചെയ്യും ലൈഫിൽ തന്നെ. പിടിച്ചു വയ്ക്കും ഞാൻ. ചെറിയ ആൾക്കാർ നല്ലത് പറയുമ്പോൾ താങ്ക് യു. അപ്പോൾ ഈ ഒരു സട്ടിൽ സാധനം മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്ക് സട്ടിലാകാൻ പറ്റില്ല. ഞാനങ്ങ് പീക്കിലേക്ക് പോകും. പിന്നെ ഇത് എൻ്റെ മുമ്പിൽ ആരിരുന്നാലും സംസാരിച്ചാലും ഞാൻ ചിലപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ വേറെ ആയിരിക്കും. ഞാൻ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഞാനൊരു മറ്റേ വെജിറ്റബിളായി പോകുമെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഒന്നും പിന്നെ ഇപ്പം ഞാൻ കോ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഇനിയിപ്പം അടുത്ത പടങ്ങൾ ഇനിയിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ, എക്സ്പീരിയൻസ് കിട്ടി കാണുമല്ലോ. അങ്ങനത്തെയുള്ള പ്രൊഡക്ഷൻ്റെ പരിപാടികളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ അപ്പോഴും പഠിക്കുന്നത് അഭിനയം തന്നെയാണ്. എന്നുവെച്ചാൽ എനിക്ക് പ്രൊഡക്ഷൻ്റെ ഒരു രീതിയിലുള്ള സ്ട്രെസ്സും എനിക്ക് വന്നിട്ടില്ല. ഞാൻ അവിടെ എന്തൊക്കെ ഇപ്പോൾ പ്രൊഡക്ഷനിൽ സാധാരണ ഈ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഇപ്പം ഒരു സ്ഥലത്ത് 10 രൂപയുടെ സാധനമാണെങ്കിൽ നമ്മൾ 12 രൂപയ്ക്ക് മേടിക്കാൻ പാടില്ല, നമ്മൾ 8 രൂപയ്ക്ക് മേടിക്കാൻ ശ്രമിക്കുക. ഇതാണുള്ളൊരു ബിസിനസ്. അപ്പം അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അതൊക്കെ തോമസ് ചേട്ടൻ തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. പിന്നെ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഷൂട്ടിൻ്റെ ഇപ്പം ഒരു ലൊക്കേഷൻ്റെ പ്രശ്നം വന്നു. നാളെ ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യേണ്ട ഒരു സീൻ ആ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല, അതിന് പകരം വേറൊരു ഇത് വേണം. ഇതൊന്നും ഇവരെന്നെ അറിയിച്ചിട്ടുമില്ല. എന്നുവെച്ചാൽ ഞാൻ അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് അതുകൊണ്ട് ടെൻഷൻ വരണ്ടെന്ന് ഓർത്തിട്ട് അവരറിയിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ കുറച്ചൊക്കെ സ്ട്രെസ് എടുത്തത്, അല്ലെങ്കിൽ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈ റിലീസിനോട് അടുപ്പിച്ച് പബ്ലിസിറ്റിയൊക്കെ വന്ന് ആ സമയത്താണ് കുറച്ചുകൂടെ സ്ട്രെസ് എടുത്തത്. റിലീസായി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ്സായിരുന്നു. അതെ, അത് പിന്നെ സ്ട്രെസ് അങ്ങ് പീക്കിലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് റിലാക്സ്ഡ് ആണ്. ബിക്കോസ് നമുക്ക് ഇപ്പോൾ തോമസ് ചേട്ടൻ എൻ്റെ പാർട്ട്ണർ കുറച്ച് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ വിചാരിച്ചത് ഇത്രയൊക്കെ മിനിറ്റ്സ് നമ്മുടെ സിനിമ ആൾക്കാർ കാണുന്നത് ചിലപ്പോൾ 1 മാസം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് സൺഡേ കൊണ്ട് തന്നെ നമ്മൾ അച്ചീവ് ചെയ്തു. ടോപ്പ് 10 വന്നു ആമസോൺ മൂവീസിൽ. സോ അത് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിന് തോന്നിക്കാണും, പാവം ഒരുപാട് വിഷമിച്ചതല്ല 15 ദിവസം, എന്നാൽ പിന്നെ കുറച്ചൊരു സന്തോഷം കൊടുത്തേക്കാം എന്നുള്ളതുകൊണ്ട് ദൈവമായിട്ട് തോന്നിക്കുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും എല്ലാവരും കാണുന്നത്. ഇതേ സിനിമയുടെ പ്രൊമോഷണൽ ഇന്റർവ്യൂകളിൽ ഒരെണ്ണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സിനിമകളെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു നായക നടനായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരു വെബ് സീരീസ് തന്നെ, അത് 6 എപ്പിസോഡുകളുള്ള ഒരു വെബ് സീരീസ് തന്നെ നായകനായിട്ട് ഫുൾ ഓഫ് ചെയ്യണം. അത്രയും നേരത്തെ പറഞ്ഞ പോലെ ലോങ് ഡയലോഗുകൾ, ഒരുപാട് വേൾഡ് പ്ലേ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഫുൾ ഓഫ് ചെയ്യുന്ന ലെവലിലേക്ക് വളർന്നു എന്നുള്ളൊരു ഫീല് വന്നിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ഫീൽ വന്നിട്ടില്ല. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ തോന്നിയത് കാരണമായിരിക്കും എന്നെ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തത്. എനിക്ക് വേറെ ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ്, വേരിയസ് ജോണേഴ്സ് എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ചില ക്യാരക്ടേഴ്സ് നമുക്ക് കേൾക്കുമ്പോൾ എനിക്കത് ഷോൾഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ പറഞ്ഞാൽ അവർക്ക് വിശ്വാസമുണ്ട്, സൈജു ചെയ്താൽ ഓക്കെ ആയിരിക്കുന്നു. പക്ഷേ എനിക്കത് വിശ്വാസമില്ല. പക്ഷെ ജയമഹേന്ദ്രൻ്റെ ക്യാരക്ടറൈസേഷൻ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ആദ്യമേ തോന്നുന്നത് ടൈലർ മെയ്ഡ് ഫോർ സൈജു കുറുപ്പ് എന്നാണ്. അതായത് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ അകത്ത് പല ട്രേറ്റ്സും, അങ്ങനത്തെ ഉള്ള ട്രേറ്റ്സിലുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മിക്സ്ചർ ഓഫ് ട്രേറ്റ്സ് ആണ് ഈ ബാക്കിയുള്ള സിനിമകളുടെയൊക്കെ. കുറേ സാധനങ്ങളുണ്ട്. അതെ, ശ്രദ്ധിച്ചു. ഓക്കെ. ഇതിൽ തന്നെ ഈ ജയമഹേന്ദ്രൻ എന്ന് പറയുന്ന സിനിമ തന്നെ ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ്. അങ്ങനെ മലയാളികള് ഒരുപാട് ആഘോഷിച്ചൊരു സിനിമയായിരുന്നു വെള്ളിമൂങ്ങ. അപ്പം ഞാൻ സിനിമ കണ്ട സമയത്ത് ഒരുപാട് വെള്ളിമൂങ്ങ റെഫറൻസുകൾ കഥാപാത്രത്തിന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അത്തരം എലമെന്റുകൾ, തമാശകളൊക്കെ അതിൽ വരുന്നുണ്ടെന്ന് വിചാരിച്ചിരുന്നു. അതിൽ ഞാൻ ചിലപ്പം ഇങ്ങനെ തോട്ടുണ്ടായില്ലായിരിക്കാം, കരുതി ഒരു ആക്സിഡന്റലി മൈൻഡിലേക്ക് വന്നൊരു കാര്യമാണ്, ഒരുപക്ഷെ മാമച്ചൻ റവന്യൂ മിനിസ്റ്റർ ആയിട്ട് വന്ന് വിവാഹം കഴിച്ചൊരു ജീവിതത്തിലേക്ക് കടന്നാൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം, മഹേന്ദ്രനെ പോലെ ആയിരിക്കാം എന്നുള്ളൊരു തോട്ടുണ്ട്. അങ്ങനത്തെ റെഫറൻസുകൾ ഇപ്പം വെള്ളിമൂങ്ങയിൽ അല്ലെങ്കിൽ പോലും എവിടെന്നെങ്കിലും ആയിട്ട് വന്നതായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഓപ്പൺ ടു ഓൾ. അങ്ങനെ ഒരു റെഫറൻസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഇപ്പം ഇത് ഈ അതിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സെറ്റയർ ആണല്ലോ.
പിന്നെ വെള്ളയും വെള്ളയും വേഷം ഈ പ്രൊട്ടാഗനിസ്റ്റിന്റെ. എപ്പോഴും അതില് അപ്പം വെള്ളിമൂങ്ങ ഒരു ഭയങ്കര ഹിറ്റായ ഒരു സിനിമയാണ്. ഇപ്പം ഞാൻ ജാനകി ജാന എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോഴത്തേക്കും വെള്ളാനകളുടെ നാട് സിനിമയായിട്ടൊരു ഇത് പറഞ്ഞ് അതുപോലത്തെ ക്യാരക്ടറാണല്ലോ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനും റോഡ് കോൺട്രാക്ടറാണ്, അതിൻ്റെ അകത്ത് ലാലേട്ടനും റോഡ് കോൺട്രാക്ടറാണ്. ഞങ്ങൾ റേബാൻ ഗ്ലാസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഫീൽ ചെയ്യുന്നു വെച്ചാൽ ഓൾറെഡി അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ അത് ചെയ്തിട്ടുണ്ട് ഒരാൾ. അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു രീതിയിലും മാമച്ചനും മഹേന്ദ്രനുമായിട്ട് ഒരു സാമ്യവും ഇല്ല. അതെ, വെള്ളയും വെള്ളയും ഉണ്ടെന്നുള്ള സാമ്യം. വെള്ളയും വെള്ളയും ഉണ്ടെന്നുള്ള സാമ്യം മാത്രം ആയിരിക്കാം. അതെ. ഇപ്പം ജയ് മഹേന്ദ്രനിൽ വരുന്ന മറ്റൊരു സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കൺവിൻസിങ് സ്റ്റാർ ആണ്. പക്ഷെ ഈ ചിത്രത്തിൽ ഉടനീളം കൺവിൻസിങ് സ്റ്റാറിനെ എപ്പോഴും ആളുകൾ കൺവിൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ അത്തരം ഒരുപാട് എലമെന്റുകൾ ഇപ്പം ലൈക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ട്രെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് എലമെന്റുകൾ, നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ള ഒരുപാട് രസകരമായിട്ടുള്ള വാർത്തകൾ, സർക്കാർ ഓഫീസിൽ നടക്കുന്ന ഇതൊക്കെ ഇതിലേക്ക് അഡാപ്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതൊരു എലമെന്റ് ആയിരിക്കും ആളുകളെ പെട്ടെന്ന് ഹുക്ക് ചെയ്യുക എന്ന് തോന്നുന്നുണ്ട്? സോഷ്യൽ മീഡിയയില് ഈ പറയുന്ന പോലെ ജയ് മഹീന്ദ്രനെ സംബന്ധിച്ച് എന്ത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാലും അത് നമുക്ക് ബോണസ് ആണ് അല്ലേ. നമ്മൾക്കത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി. അതൊരു നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും ആളുകൾ ഒന്ന് സംസാരിക്കണം അല്ലെങ്കിൽ അവരിലേക്ക് എത്തണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അത് ചർച്ച ചെയ്യുകയും സോഷ്യൽ മീഡിയയിലോട്ട് സ്വന്തമായിട്ടൊരു പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സീനായിട്ടോ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷനോ എന്തായിക്കോട്ടെ, എന്ത് സോഷ്യൽ മീഡിയയിലോട്ട് നമ്മുടെ ജയ് മഹീന്ദ്രനെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളതൊരു ബോണസ് ആയിട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സുരേഷേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, അതും ഈ ഒരു നമ്മുടെ റിലീസിനോടനുബന്ധിച്ച് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പൊങ്ങി വരുന്നത് നമുക്ക് അതും ഒരു ബോണസ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. അതെ അതെ. അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മള് എടുത്ത് ആ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ആ കാര്യം പറയുമ്പോഴത്തേക്ക് അത് ഇത്രയും ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ഒരു ആക്ടറെ പറ്റി. സോ അത് ആക്ച്വലി നമുക്കൊരു ബൂസ്റ്റാണ് നമ്മുടെ പ്രൊജക്ടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സുരേഷ് ചേട്ടൻ അഭിനയിക്കുന്ന പ്രൊജക്ടിനെ സംബന്ധിച്ച്. ഇറ്റ്സ് എ ബൂസ്റ്റ് ആക്ച്വലി. ഇത് കണ്ടുപിടിക്കുന്നവരൊക്കെ എത്ര എഫേർട്ട് ഇടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ തന്നെ മറന്നിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് പലരും എടുത്തിട്ട് വരുന്നതൊക്കെ. ഇപ്പൊ സുരേഷ് ചേട്ടൻ ആക്ച്വലി ഞാൻ സംസാരിച്ചില്ല ഇത് കഴിഞ്ഞിട്ട്, പക്ഷെ സുരേഷ് ചേട്ടൻ ഈ പറയുന്ന പോലെ മറന്നിരുന്ന ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പൊ ഓർത്ത് എടുത്ത് കാണുമായിരിക്കും. അപ്പം നമ്മളൊക്കെ ആണെങ്കിലും ചില കോമഡി ലൈക്ക് വീഡിയോ ആയിട്ടും ട്രോളായിട്ടും അങ്ങനെ ചിലതൊക്കെ കാണുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ഡയലോഗ്, ഇങ്ങനെ ചിലതൊക്കെ നമ്മൾ അപ്പോഴാണ് ഓർക്കുന്നത് തന്നെ. അപ്പൊ ഇത്രയും എഫേർട്ട് എടുത്ത് എനിക്കാണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പൊ ഇത് കണ്ടുപിടിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് മാച്ച് ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് ഉണ്ടാക്കി ഇടുന്നത് തന്നെ വലിയൊരു അവരുടെ എഫേർട്ട് ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നു. സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് എന്തായിരിക്കും, അങ്ങനെയുള്ള ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടോ? ജയ് മഹീന്ദ്രൻ സിനിമ അല്ല, വെബ് സീരീസ്. ഓക്കെ, ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച സറ്റയർ അല്ലെങ്കിൽ ഒരു എപ്പോഴേലൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും. അതിനെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു കറണ്ട് സിനാരിയോയിൽ ഇങ്ങനെയുള്ള പല മനുഷ്യരും നമ്മൾ പല സമയത്തും കാണുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് രസകരമായിട്ട് ഫണ്ണായിട്ടൊക്കെ പോകുന്ന ഒരു വെബ് സീരീസാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവട്ടെ. നമ്മൾ അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. സോ വെയിറ്റിംഗ്, അതിൻ്റെ ഒരു റിസൾട്ടിനാണല്ലോ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ഈ പൊളിറ്റിക്കൽ സറ്റേഴ്സ് മിക്കപ്പോഴും ഒരു അപ്പൊളിറ്റിക്കൽ സ്റ്റാൻഡിലേക്ക് പോകുന്ന കാണാറുണ്ട്. അത്തരം ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു മെസ്സേജ് കൺവേഡ് ആവുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ മുഴുവൻ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മളിതിൻ്റെ അകത്തൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ രാഹുലാണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും അവരുടെയൊക്കെ ഒരു ഫിലിം മേക്കിങ് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ രാഹുൽ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. രാഹുലിൻ്റെ കൂടെ ഉള്ള ആളാണ് ശ്രീകാന്താണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ തരത്തിലും നമ്മൾ ഈ പറഞ്ഞല്ലോ, പൊളിറ്റിക്കലാണോ അപ്പൊളിറ്റിക്കലാണോ അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. ഇത് അങ്ങനെയൊന്നും ഒരിക്കലും ആവാനുള്ള ഒരു സാധ്യതയില്ല. ഇത് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന, ഇപ്പോൾ സൈജു നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ നമുക്ക് ഒരു എപ്പിസോഡ് കണ്ടിട്ട് എല്ലാവർക്കും നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, വാച്ചിങ്ങിന് ഉള്ളൊരു ഫ്രീഡം ഉണ്ട്. കൃത്യമായ ഒരു സമയത്തിരുന്ന് കാണണമെന്നില്ല,
അപ്പോൾ നമുക്ക് ഓരോ എപ്പിസോഡ് കഴിയുന്തോറും രണ്ടാമത്തേത് കാണാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. എൻ്റെ എഴുത്തിലും ഒക്കെ ഉണ്ട്, മേക്കിങ്ങിലൊക്കെ ഉണ്ട്. വെയിറ്റിംഗ്, അതിൻ്റെ റിസൾട്ട് വരട്ടെ, നല്ല റിസൾട്ട് ആവട്ടെ. എന്താണ് ഒരു പ്രതീക്ഷ? എക്സ്പെക്ട് ഫ്രം ദിസ്? നല്ല പ്രതീക്ഷയുള്ളൊരു പ്രൊജക്റ്റാണ് ഇത്. ഉറപ്പായിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം. കൂടുതൽ ഇപ്പോഴേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആൾക്കാർ കാണട്ടെ, എന്നിട്ട് നമുക്ക് റിവ്യൂസ് വന്നതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സംസാരിക്കാൻ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ അതെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നന്നായിട്ട് എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ബട്ട് ഇത് സോണി ലിവിൻ്റെ, അതായത് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോണി ലിവ്. സോണി ലിവിൻ്റെ കണ്ടന്റിന് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്നുള്ളതാണ്. ഏത് ലാംഗ്വേജിലെ കണ്ടന്റ് ആയാലും മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അതാണ് എല്ലാവരും അട്രാക്റ്റഡ് ആവുന്നത്. പേസ് ഉണ്ട്. അതായത് സാധാരണ ഈ ജോണറിൽ വരുന്ന ഒരു വെബ് സീരീസോ സിനിമയ്ക്കോ ഉള്ള പേസിനേക്കാളും ഒരു കുറച്ചുകൂടെ പേസിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ലാഗ് പരിപാടിയൊന്നും ഉണ്ടാവില്ല. അതെ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ആവട്ടെ, ഒരുപാട് ഇനിയും ഇത്തരം നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. Thank you. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.